നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. AIDWA കൊടകര ഏരിയ സമ്മേളനത്തിന്റെ മുന്നോടിയായി സംഘാടക സമിതി രൂപീകരിച്ചു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ നെല്ലായി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആത്മാഭിമാന സംഗമം നടത്തി. ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലാ സെക്കൻഡറി സ്കൂൾ അധ്യാപക സഹകരണ സംഘം വാർഷികവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും നടത്തി. ചാലക്കുടിക്ക് അനുവദിച്ച KSRTCയുടെ പുതിയ ഫാസ്റ്റ് പാസഞ്ചർ ലിങ്ക് ബസ് MLA സനീഷ് കുമാർ ജോസഫ് ഫ്ളാഗ് ഓഫ് ചെയ്തു. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് പ്രവർത്തനങ്ങളുടെ അവലോകന യോഗം ചേർന്നു. വാർത്തകൾ വിശദമായി. സെപ്റ്റംബർ 30 നടക്കുന്ന AIDWA കൊടകര ഏരിയ സമ്മേളനത്തിന്റെ മുന്നോടിയായി സംഘാടക സമിതി രൂപീകരിച്ചു. CPIM കൊടകര സൗത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നടത്തിയ സംഘാടക സമിതി യോഗം AIDWA സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR വിജയ ഉദ്ഘാടനം ചെയ്തു. AIDWA ഏരിയ പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി സജിത ജോയ്, CPIM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, നേതാക്കളായ KJ ഡിക്സൺ, PR പ്രസാദൻ, MR രഞ്ജിത്ത്, PC ഉമേഷ്, KD അപ്പച്ചൻ, അൻവർ സാദിഖ്, സ്വപ്ന സത്യൻ, PK കൃഷ്ണൻകുട്ടി, PM ആലി, ശ്യാംഭവി രാജൻ, PD നെൽസൺ എന്നിവർ സംസാരിച്ചു. വിവിധ വർഗ ബഹുജന സംഘടനാ നേതാക്കൾ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, ബ്രാഞ്ച് സെക്രട്ടറിമാർ, മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. നടക്കുന്നത് സ്ഥലത്ത് പാർട്ടി സെക്രട്ടറി ഉണ്ട്, വർഗബഹുജന സംഘടനയുടെ നേതാക്കളുണ്ട്. അവർക്ക് വളരെ കൃത്യമായും ബന്ധപ്പെട്ട മറ്റു സഖാക്കളൊക്കെ സംഘാടക സമിതിയിൽ പങ്കെടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ സമ്മേളനം വളരെ മനോഹരമാക്കാൻ കഴിയുക, ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് നമ്മൾക്ക് എങ്ങനെയാണ് ചെയ്യാൻ കഴിയുക എന്നുള്ള വലിയ നിർദ്ദേശങ്ങൾ, ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സഖാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം. ഇവിടെ നമ്മൾ ഇപ്പോൾ കൂടിയിട്ടുള്ളത് വന്ന മുഴുവൻ സഖാക്കളും ഈ സമ്മേളനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ കൃത്യമായി ഉണ്ടാകണം എന്നതാണ് ആദ്യമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല, അഭിമാനമാണ്. ലൈഫ് വ്യാമോഹമല്ല, യാഥാർത്ഥ്യമാണ്. ഈ മുദ്രാവാക്യവുമായി കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ നെല്ലായി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആത്മാഭിമാന സംഗമം നടത്തി. നന്ദിക്കരയിൽ നടത്തിയ സംഗമം KSKTU സംസ്ഥാന ട്രഷറർ CB ദേവദർശൻ ഉദ്ഘാടനം ചെയ്തു. TR ലാലു അധ്യക്ഷനായി. PK ശിവരാമൻ, AS ദിനകരൻ, KJ ഡിക്സൺ, EK അനൂപ്, കാർത്തിക ജയൻ, PV കുമാരൻ, പ്രവീണ മനോജ് എന്നിവർ സംസാരിച്ചു. ചില ബസ് സ്റ്റാൻഡിൽ സൈറൻ ഉണ്ടായിരുന്നു. രാവിലെ എഴുന്നേൽക്കാൻ പ്രയാസമുള്ളവരെ 5 മണിക്ക് വിളിച്ച് എഴുന്നേൽപ്പിക്കുന്ന സൈറൻ ഉണ്ടായിരുന്നു. ഫാക്ടറികളിൽ ജോലി തുടങ്ങുന്ന സമയത്തും അവസാനിപ്പിക്കുന്ന സമയവും പ്രഖ്യാപിക്കുന്നത് സൈറൻ വഴിയാണ്. ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലാ സെക്കൻഡറി സ്കൂൾ അധ്യാപക സഹകരണ സംഘം വാർഷികവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും നടത്തി. മുൻ പ്രസിഡന്റ് AN വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. ടീച്ചേഴ്സ് സൊസൈറ്റി പ്രസിഡന്റ് പ്രവീൺ M കുമാർ അധ്യക്ഷനായിരുന്നു. വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം കരസ്ഥമാക്കിയ സംഘം അംഗങ്ങളുടെ മക്കൾക്കുള്ള പുരസ്കാരവും ക്യാഷ് അവാർഡും KR രുദ്രൻ വിതരണം ചെയ്തു. B ബിജു, ഷിജി ശങ്കർ, ജാക്സൺ വാഴപ്പള്ളി, K ശ്രീദേവി, പ്രവീൺ കുമാർ K, ജോസ് ജോൺ പോൾ, രമ K മേനോൻ, മെൽവിൻ ഡേവിസ്, ആൻസി തോമസ്, റെക്സി ബൈറസ്, TJ ശാലിനി, ലിജി ആൻഡ്രു എന്നിവർ പ്രസംഗിച്ചു. വയോജന കലാമേള സംഘടിപ്പിച്ചു. തൃക്കൂർ പഞ്ചായത്തിന്റെ 2025-26 സാമ്പത്തിക വർഷത്തെ പദ്ധതി ഫണ്ട് വിനിയോഗിച്ച് വയോജനങ്ങൾക്ക് വേണ്ടി നടത്തിയ വയോജന കലാമേളയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് നിർവഹിച്ചു.
വയോധികർക്കു വേണ്ടി വിവിധ കളികളും കലാപരിപാടികളും വയോജന കലാമേളയുടെ ഭാഗമായി സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പോൾസൺ തെക്കുംപീടിക, മിനി ഡെന്നി പനോക്കാരൻ, പഞ്ചായത്ത് അംഗങ്ങളായ ജിഷ ഡേവിസ്, മോഹനൻ തൊഴുക്കാട്ട്, സൈമൺ നമ്പാടൻ, അനു പനങ്കൂടൻ, ഹനിത ഷാജു, ഷീബ നികേഷ്, മായ രാമചന്ദ്രൻ, ഗിഫ്റ്റി ഡെയ്സൺ, ICDS സൂപ്പർവൈസർ ആൻസി, CWF അനില ബാബു, അംഗനവാടി ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് പ്രവർത്തനങ്ങളുടെ അവലോകന യോഗം ചേർന്നു. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗം തൃശൂർ രാമനിലയത്തിൽ റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ, വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ, പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PS സജിത്, ഗ്രാമപഞ്ചായത്ത് അംഗം PB സുരേന്ദ്രൻ, പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ BN നാഗരാജ്, സ്പെഷ്യൽ ഓഫീസർ KJ വർഗീസ്, ചീഫ് കൺസർവേറ്റർ ഡോക്ടർ R ആടലരശൻ എന്നിവർ പങ്കെടുത്തു. പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ മന്ത്രിമാർ നിർദ്ദേശം നൽകി. സുവോളജിക്കൽ പാർക്കിന്റെ പ്രധാന ആകർഷണങ്ങളായ പെറ്റ് സൂവിന്റെയും വെർച്വൽ സൂവിന്റെയും നിർമ്മാണം സെപ്റ്റംബറിൽ ആരംഭിക്കുമെന്നും മന്ത്രിമാർ അറിയിച്ചു. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് പോൾ ബ്ലഡ് ആപ്പുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ IMA ബ്ലഡ് ബാങ്കിന്റെ നേതൃത്വത്തിൽ നടന്ന രക്തദാന ക്യാമ്പിൽ 57 യൂണിറ്റ് രക്തം ദാനം ചെയ്തു. 18 വയസ്സ് തികഞ്ഞ് ആദ്യമായി രക്തം ദാനം ചെയ്ത 6ഓളം ദാതാക്കളെ അനുമോദിച്ചു. PTA പ്രസിഡന്റ് TS മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ ലിയോ KP അധ്യക്ഷത വഹിച്ചു. മാനേജ്മെന്റ് പ്രതിനിധി AN വാസുദേവൻ, ഡോക്ടർ NG രാധാകൃഷ്ണൻ, പ്രിയനാലത്ത്, പ്രോഗ്രാം ഓഫീസർ സംഗീത ചന്ദ്രൻ, വോളണ്ടിയർമാരായ വീണ CS, എഡ്വിൻ ലിൻസൺ എന്നിവർ സംസാരിച്ചു. ചാലക്കുടിക്ക് അനുവദിച്ച KSRTCയുടെ പുതിയ ഫാസ്റ്റ് പാസഞ്ചർ ലിങ്ക് ബസ് MLA സനീഷ് കുമാർ ജോസഫ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ചാലക്കുടിയിൽ നിന്ന് കുറ്റ്യാടിയിലേക്കാണ് പുതിയ ബസിന്റെ സർവീസ്. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ നിത പോൾ, മുൻ നഗരസഭാ അധ്യക്ഷൻ VO പൈലപ്പൻ, KSRTC ADE, വിവിധ തൊഴിലാളി യൂണിയൻ ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് ഓഫീസർ KJ സുനിൽ സ്വാഗതവും ജനറൽ CI CK ഷാജു നന്ദിയും അറിയിച്ചു. ചാലക്കുടി KSRTC ബസ് സ്റ്റാൻഡ് ഒരു ടൂറിസത്തിൻ്റെ ഒരു KSRTCയുടെ ഒരു മോഡലാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ടൂറിസം ബസ് കൂടി അനുവദിച്ച് തരാം എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു. അപ്പോൾ മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഒരു തടസ്സം നമ്മുടെ ജീവനക്കാരുടെ എണ്ണത്തിൻ്റെ കുറവാണ്. CPIM മുൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായിരുന്ന സീതാറാം യെച്ചൂരി അനുസ്മരണം സംഘടിപ്പിച്ചു. തേശ്ശേരി കനാൽപ്പാലം സെന്ററിൽ നടത്തിയ അനുസ്മരണ സമ്മേളനം CPIM ചാലക്കുടി ഏരിയ കമ്മിറ്റി അംഗം സിനി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം KC ജെയിംസ് അധ്യക്ഷനായി. പാർട്ടി കൊടകര നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അൻവർ സാദിഖ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സുനിൽ കുമാർ, KV നൈജോ, സ്വപ്ന സത്യൻ, MK മോഹനൻ എന്നിവർ സംസാരിച്ചു. കുറിച്ച് കൃത്യമായി പഠിക്കുകയും അത് പഠിച്ച് അവതരിപ്പിക്കാനായിട്ട് കാണിക്കുന്ന ആ മിടുക്ക് എന്ന് പറയുന്നത് അത് ചെറുതല്ല. അത് കേവലം ഒരു വ്യക്തിയുടെ മിടുക്ക് കാണിക്കുകയല്ല, അത് സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യന്റെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയമായിരിക്കും. അതുകൊണ്ടാണ് അതിനെ കൃത്യമായി സമയമെടുത്തുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 10,190 രൂപ, പവന് 81,520 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
AIDWA കൊടകര ഏരിയ സമ്മേളനത്തിന്റെ മുന്നോടിയായി സംഘാടക സമിതി രൂപീകരിച്ചു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ നെല്ലായി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആത്മാഭിമാന സംഗമം നടത്തി. ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലാ സെക്കൻഡറി സ്കൂൾ അധ്യാപക സഹകരണ സംഘം വാർഷികവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും നടത്തി. ചാലക്കുടിക്ക് അനുവദിച്ച KSRTCയുടെ പുതിയ ഫാസ്റ്റ് പാസഞ്ചർ ലിങ്ക് ബസ് MLA സനീഷ് കുമാർ ജോസഫ് ഫ്ളാഗ് ഓഫ് ചെയ്തു. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് പ്രവർത്തനങ്ങളുടെ അവലോകന യോഗം ചേർന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.